ഇന്ന് രാജ്യത്തെ നമ്മൾ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിലേക്ക് നമ്മളെ കോർത്തെടുത്തൊരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിവസം കൂടിയാണിന്ന്. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളുമായി പല തട്ടിൽ നിന്ന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിലേക്ക് കോർത്തെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മ ദിനമാണിന്ന്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും പിമ്പുമായി 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നീ പദവികൾക്കപ്പുറം രാജ്യത്തിന്റെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച വല്ലഭായ് പട്ടേൽ അഭിഭാഷക ജോലി വെടിഞ്ഞാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഗാന്ധിയൻ ആശയങ്ങളിൽ ആകൃഷ്ടനായി. ജനപ്രിയ പ്രവർത്തനങ്ങളിലൂടെ പട്ടേൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഗുജറാത്തിലെ ജനകീയ നേതാവായി മാറി. 1928 ബ്രിട്ടീഷ് വിരുദ്ധ കർഷക സമരങ്ങളിൽ നേതൃത്വം നൽകിയപ്പോൾ വല്ലഭായ് പട്ടേൽ എന്ന പേര് ദേശീയ മാധ്യമങ്ങളിലൂടെ രാജ്യത്തിലെ മുക്കിലും മൂലയിലും മുഴങ്ങി. ഈ സമയത്താണ് മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന വിശേഷണം നൽകുന്നത്. ഗാന്ധിവധത്തെ തുടർന്ന് സംഘപരിവാർ സംഘടനയായ RSSനെ രാജ്യത്ത് നിരോധിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എടുത്തുപറയാൻ നേതാക്കളില്ലാത്തതിനാൽ പട്ടേലിനെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കങ്ങളിലാണ് RSSും BJPയും. പട്ടേൽ പ്രതിമ നിർമ്മാണവും രാഷ്ട്രീയ ഏകതാ ദിവസ് പ്രഖ്യാപനവുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഗുജറാത്തിലെ പട്ടേൽ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മോദിയും കൂട്ടരും സർദാർ വല്ലഭായ് പട്ടേലിനുമേൽ അവകാശവാദവുമായി മുന്നോട്ടുവരുന്നത്. അഷിത സജീവൻ, കൈരളി ന്യൂസ്.